അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വലിയ പ്രോസസ്സാണ്. ഈ ജൂൺ 12-ന് ശേഷം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഇറാൻ്റെ പ്രത്യാക്രമണം അമേരിക്കയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തി. ഈ നിലയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരൊറ്റ ബോംബിൽ നമ്മളെയൊക്കെ തകർത്ത് കളയുമല്ലോ മച്ചമ്പി എന്ന നിലയിലേക്ക് ട്രംപും നെതന്യാഹുവും മാറി. അങ്ങനെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്ക് അവിടെ ഉണ്ടായാൽ അത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സാമ്രാജ്യത്വ ഇടപെടലുകൾക്കൊക്കെ വലിയ വിഘാതമാകും. തങ്ങളുടെ പരിധിക്ക് പല അറബ് രാജ്യങ്ങളും നിൽക്കുന്നു. ഇറാൻ പക്ഷേ ചങ്കൂറ്റത്തോടെ നേർക്കുനേരെ നിന്ന് അടിക്കുന്നു. നിരന്തരമായി ഇസ്ലാമിക ഭരണത്തിനെതിരെ ഫേക്ക് പ്രൊപ്പഗണ്ട വാർത്തകളും ക്യാമ്പയിനുകളും ഉണ്ടാക്കുകയാണ്. ജെൻസി ഗ്രൂപ്പിനെ രംഗത്തിറക്കിയത് ഇവരാണ്. അതിൽ പലരെയും കൊന്നു തള്ളിയത് ഇവരാണ്. എന്നിട്ടത് ഭരണകൂടത്തിൻ്റെ തലയിലിട്ടതാണ്. അങ്ങനെയുള്ള ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങൾ IRG നിരന്തരമായി ഇസ്ലാമിക ഭരണത്തിനെതിരെ ഫേക്ക് പ്രൊപ്പഗണ്ട വാർത്തകളും ക്യാമ്പയിനുകളും ഉണ്ടാക്കുകയാണ്. ജെൻസി ഗ്രൂപ്പിനെ രംഗത്തിറക്കിയത് ഇവരാണ്. അതിൽ പലരെയും കൊന്നു തള്ളിയത് ഇവരാണ്. എന്നിട്ടത് ഭരണകൂടത്തിൻ്റെ തലയിലിട്ടതാണ്. അങ്ങനെയുള്ള ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങൾ. ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് 10 വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ പ്രവർത്തിച്ചു എന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് IRGC. അത്തരത്തിൽ അമേരിക്ക അങ്ങനൊരു നീക്കം നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ ഈ ഒരു സംഘർഷത്തിന് ശേഷമാണ് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഘം ചേർന്നത് എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സത്യത്തിൽ അതിൻ്റെ അവസ്ഥ എന്താണ്? ബോധപൂർവം അമേരിക്ക അങ്ങനൊരു ബാഹ്യ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? രേഷ്മ, അങ്ങനെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ഉറപ്പിച്ച് പറയുന്നത്. ഇതിൽ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ഇറാൻ ഒരു ചെറിയ ശക്തിയല്ല എന്നും തങ്ങളെക്കാൾ വളർന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോഴത്തെ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ലോകശക്തികളിൽ ഒന്നായി, ഒരു ശാക്തിക ചേരിയുടെ തലവനായി ഇറാൻ ഉണ്ടാകുമെന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇറാനെ തകർക്കുക എന്നുള്ള അജണ്ട അമേരിക്കയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് വെറുതെ IRGC പറയുന്നതല്ല. ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈന്യമല്ലാത്ത മറ്റൊരു സൈനിക നിരയാണ് ഈ IRGC. അപ്പോൾ ഈ IRGCയെ സംബന്ധിച്ച് ഇവർ കൃത്യമായ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ജൂൺ 12-ന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജൂൺ 12-ന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിക്ഷേപിക്കുന്നു ഇറാനിൽ. അത് തന്നെ ഇറാനുള്ള വലിയ മുന്നറിയിപ്പായിരുന്നു, ദുസ്സൂചനയായിരുന്നു. കാരണം അമേരിക്ക ഈ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലെ പടുകൂറ്റൻ ബോംബുകൾ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന വിമാനങ്ങളുണ്ട്, B-2 ബോംബർ വിമാനങ്ങൾ. ഈ വിമാനങ്ങൾ മൗറീഷ്യസിന് സമീപത്തുള്ള ഒരു ദ്വീപിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ പരീക്ഷണ പറക്കലോ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ഒരിക്കൽ പോലുമുള്ള പ്രയോഗമോ ഇതിനു മുമ്പ് ലോകത്തുണ്ടായിട്ടില്ല. പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പരീക്ഷിച്ച് നോക്കാത്ത ഒരു ബോംബാണെന്നുള്ളതാണ്. അത് പരീക്ഷിക്കാനുള്ള വേദി കൂടിയാക്കി ജൂൺ 12-ന് ഇറാനെ മാറ്റിയപ്പോൾ ഇറാൻ ഒരു കാര്യം മനസ്സിലായി, അമേരിക്ക തങ്ങളെ തീർക്കാനുള്ള വരവ് തന്നെയാണ്, അല്ലെങ്കിൽ തീർക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഇറാൻ്റെ അനുസ്യൂതമായ വളർച്ചയെ തുടർന്നാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അതായത് അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ ഇറാനും ഇറാനൊപ്പം നിൽക്കുന്ന മറ്റ് ശക്തികളും ഒരു പുതിയ ശാക്തിക ചേരിയായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയുടെ ലോകത്തിലെ അപ്രമാദിത്വം, ലോക പോലീസ്, സാമ്രാജ്യത്വത്തിൻ്റെ തലവൻ എന്ന തരത്തിലുള്ള സകല അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും സകല വിലപേശൽ ശക്തികളെയും ഇല്ലാതാക്കുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ഇങ്ങനെ വേട്ടയാടാനും ഇല്ലാതാക്കാനും ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് നേരിട്ട് ഒരു അറ്റാക്ക് നടത്താനുള്ള വലിയ ഭയമുണ്ട്. ആ ഭയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ 10 ഇൻ്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഘടന നോക്കുക. ആദ്യം ആഭ്യന്തര കലാപം. ഇറാനിൽ ആദ്യം ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് വിദേശ സൈനിക ഇടപെടൽ, അതായത് ഇറാനിൽ വലിയ മനുഷ്യാവകാശ വിരുദ്ധത നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ പോലീസ് അവിടെ വലിയ അടിച്ചമർത്തൽ നടത്തും. അതിനെ ലോക നിയമങ്ങളുടെ ലംഘനമാണ്, മനുഷ്യാവകാശ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഏകാധിപത്യ ഭരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക അത് മുതലെടുത്തുകൊണ്ട് അവിടേക്ക് സൈന്യത്തെ അയക്കും. അതിനുശേഷം ആ സൈനിക ഇടപെടലിനിടയിൽ വിഘടനവാദ ഗ്രൂപ്പുകളുടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അതായത് ഇറാനിൽ ഇരുന്നു കൊണ്ട് ഇറാൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ചില മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്.
ആ ഗ്രൂപ്പുകൾ അവിടെ ശക്തമായിട്ട് കലാപമുണ്ടാക്കി, വലിയ സ്ഫോടനങ്ങൾ നടത്തി അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. അതൊരു വിമത ഗ്രൂപ്പ്, ജൻസി കലാപം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു വേർഷൻ ഇറാനിൽ നടക്കുകയും ഖാംനെയിയെ അഴിക്കുള്ളിലാക്കുകയോ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ട് ഇറാൻ്റെ ഭരണം വിമതർ പിടിച്ചു എന്ന നിലയിലേക്ക് ആദ്യം ഒരു ഖ്യാതി ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും അമേരിക്ക അതിനനുകൂലമായിട്ട് രംഗത്ത് വരും. ഇറാൻ സ്വതന്ത്രമായി എന്ന് പറയും, ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ നിന്ന് മോചനം കിട്ടിയെന്ന് പറയും, മതനിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇറാൻ, ഇനി അവർ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക ഒരു സീൻ ഉണ്ടാക്കിയിട്ട് ആ വിമതർക്ക് പിന്തുണ കൊടുക്കും. ഇപ്പോൾ സിറിയയിലൊക്കെ സംഭവിച്ചതിൻ്റെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അമേരിക്ക പറയുന്നത് ഇറാനിൽ നടക്കും. ഇറാനിലുള്ള ഏറ്റവും വലിയ എണ്ണ ശേഖരങ്ങൾ മുഴുവൻ അമേരിക്കയുടെ കൺട്രോളിലാകും. ഇതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ അമേരിക്ക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റൊരു ഗുണഭോക്താവുക ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന ശല്യം ഒഴിവാവുകയാണ്. ഇതൊക്കെയായിരുന്നു അമേരിക്കയുടെ പദ്ധതി. പക്ഷേ പവനായി ശവമായി എന്ന് പറയുന്നതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഇത്തരം നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്റലിജൻസിന്റെ സഹായം വേണമെന്ന് പറഞ്ഞല്ലോ. നേരിട്ടൊരു ആക്രമണം നടത്താൻ ഇന്നേ വരെ ട്രംപ് തയ്യാറായിട്ടില്ല. കാരണം ട്രംപിന് അറിയാം ഈ കാര്യത്തിൽ ഇസ്രയേൽ ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനമായി IRGC കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ രേഷ്മ ആദ്യം പറഞ്ഞതുപോലെ പശ്ചിമേഷ്യ ഞെട്ടുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നടുക്കത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പലരും പറയും അങ്ങനെ ഞെട്ടാനൊന്നും ഇല്ല എന്ന്. അത് മണ്ടത്തരമാണ്. കാരണം അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത പൊട്ടന്മാരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ശരിക്കും ഇത് ഞെട്ടിക്കുന്ന കാര്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാൻ, ഒരു രാജ്യത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കാൻ മറ്റ് രാജ്യങ്ങൾ ചേർന്ന് ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇതിലെ പോയിന്റ്. ഇപ്പം ഗസയ്ക്ക് നേരെ, പലസ്തീന് നേരെ ഒരു ആക്രമണം നടക്കുന്നു എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. പലസ്തീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, രാജ്യമെന്ന നിലയിൽ പോലും പലസ്തീന് പരിപൂർണമായ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല സുസ്ഥിരമായൊരു ഭരണമൊന്നും അവിടെ ഇല്ല. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിൽ എണ്ണം പറഞ്ഞ ആയുധ സമ്പത്തുള്ള, എണ്ണ സമ്പത്തുള്ള, വാണിജ്യ സമ്പത്തുള്ള ഒരു രാജ്യമാണ്. തുറമുഖങ്ങളുള്ള രാജ്യമാണ്. അന്താരാഷ്ട്ര കപ്പൽശാലകളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വ്യോമയാന പാതയും അടക്കം വിമാനത്താവളങ്ങളടക്കം പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അതെ, പൗരാണികമായ വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ ആ രാജ്യത്തിനുള്ളൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ തള്ളിക്കളയേണ്ട, ഒരു നടുക്കവും രേഖപ്പെടുത്താതെ അതൊരു സാധാരണ സംഭവമല്ലേ എന്ന് പറഞ്ഞ് ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ട ഒരു വിഷയമല്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു വലിയ പ്രോസസ്സാണ്. ഈ ജൂൺ 12-ന് ശേഷം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഇറാൻ്റെ പ്രത്യാക്രമണം അമേരിക്കയെയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തി. ഈ നിലയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരൊറ്റ ബോംബിൽ നമ്മളെയൊക്കെ തകർത്ത് കളയുമല്ലോ മച്ചമ്പി എന്ന നിലയിലേക്ക് ട്രംപും നെതന്യാഹുവും മാറി. അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കരുത്തുള്ള രാജ്യമായി ഇറാൻ മാറുന്നു എന്ന നിലയിലേക്ക് അമേരിക്ക ഭയന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേർക്കുനേർ യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ല ഇവറ്റകൾക്കൊന്നും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്ന 10,000-40,000 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിനെ ഇതുവരെ അമേരിക്കയും ഇസ്രായേലും തലകുത്തി മറിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഹൂത്തികൾ എന്ന് പറയുന്ന 90,000-ൽ താഴെ സംഖ്യയുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ചെറിയ വിമത ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ ഇതുവരെ ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയുടെ മുഴുവൻ സന്നാഹങ്ങളും ചെങ്കടലിൽ വന്നിട്ട് സാധിച്ചിട്ടില്ല. ഇറാനെ അതുപോലെ തന്നെ ഇറാനിലൊന്നുമില്ല, ഇറാൻ ദരിദ്ര രാജ്യമാണ് എന്നൊക്കെ പാശ്ചാത്യ ശക്തികൾ പറയുന്നുണ്ട്. പക്ഷേ അവരെ ഇതുവരെ ഒന്ന് നേരിട്ട് മുട്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക്. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് ആക്രമിക്കാനായിട്ടുള്ള ഭയം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് വലിയ ഭയം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവരെല്ലാം പറയുന്നത്. ഇറാൻ്റെ ഇസ്ലാമിക മൂല്യങ്ങൾ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്ക് അവിടെ ഉണ്ടായാൽ അത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സാമ്രാജ്യത്വ ഇടപെടലുകൾക്കൊക്കെ വലിയ വിഘാതമാകും. തങ്ങളുടെ പരിധിക്ക് പല അറബ് രാജ്യങ്ങളിൽ നിൽക്കുന്നു. ഇറാൻ പക്ഷേ ചങ്കൂറ്റത്തോടെ നേർക്കുനേരെ നിന്ന് അടിക്കുന്നു. അങ്ങനെ ഒരു പ്രവണത ഇവിടെ വേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചിട്ട് ഏറെക്കാലം നീണ്ടു നിന്നൊരു വലിയ ഓപ്പറേഷൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസക്കാലം 10 രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിദേശത്ത് പരിശീലനം നൽകിയ ശേഷം ഇവിടേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ഇറാൻ്റെ ഇസ്ലാമിക
മൂല്യങ്ങൾ തകർക്കുന്ന വിധത്തിലേക്കുള്ള നിരന്തരമായ ക്യാമ്പയിനുകൾ നടത്തുകയാണ്. ഇറാനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ഇറാനെതിരെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. നിരന്തരമായി ഇസ്ലാമിക ഭരണത്തിനെതിരെ ഫേക്ക് പ്രൊപ്പഗണ്ട വാർത്തകളും ക്യാമ്പയിനുകളും ഉണ്ടാക്കുകയാണ്. പലയിടങ്ങളിലും ആളുകൾ കൊല്ലപ്പെടുന്നത് ഇവരുടെ ഇടപെടലിനെ തുടർന്നാണ്. ആ കലാപമുണ്ടായ സമയത്ത് ജെൻസി ഗ്രൂപ്പിനെ രംഗത്തിറക്കിയത് ഇവരാണ്. അതിൽ പലരെയും കൊന്നു തള്ളിയതും ഇവരാണ്. എന്നിട്ടത് ഭരണകൂടത്തിന് തലയിലിട്ടതാണ്. അങ്ങനെയുള്ള ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങൾ IRGC കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇതിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് മുഴുവൻ അന്ന് ജൂണിൽ നടത്തിയ പരിശോധനയിൽ, 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നടന്ന പരിശോധനയിൽ 735 ചാരന്മാരെ ഈ കലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഇറാൻ പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പറയുന്ന രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പരിശീലിച്ച ആളുകളെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് കോപ്പുകൂട്ടുന്ന അത്രയും ജനസംഖ്യ അല്ലെങ്കിൽ അത്രയും ആളുകളെ ഇത്തരത്തിൽ പരിശീലനം നൽകി വിട്ടിട്ടുണ്ട് എന്ന കാര്യം വൈകിയാണ് ഇറാൻ മനസ്സിലാക്കിയത്. എന്ന് മാത്രമല്ല, ഇറാന് അന്നത്തെ ജൂണിലെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഇറാന് ഒരു ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായതായി അവർ സമ്മതിച്ചിട്ടുണ്ട്. ആ ഇൻ്റലിജൻസ് വീഴ്ച അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് വീഴ്ച ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സന്നാഹങ്ങളും ഇപ്പോൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം നീക്കങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. അതായത് വിദേശ ഇൻ്റലിജൻസ് ഗ്രൂപ്പുകൾ ഇനി ഇറാനിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. കണ്ടുപിടിക്കുന്നവരെയൊക്കെ കടുത്ത ശിക്ഷ നൽകുകയാണ്. പലർക്കും വധശിക്ഷ കൊടുക്കുകയാണ്. മറ്റുള്ളവരെ ഇരുട്ടറയിൽ ഏകാന്ത തടവിന് വിധിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാനിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ആ ഒരു ആഭ്യന്തര കലാപം പൂർണ്ണമായി തന്നെ നിയന്ത്രണ വിധേയമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താ, അമേരിക്കൻ പടക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ രാജ്യത്തെ അവർ ആക്രമിക്കുമെന്ന ഭീതി വന്നതോടുകൂടി ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ഭരണകൂടത്തിനെതിരായ വികാരം മറന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. 20-25 ലക്ഷം ആളുകളൊക്കെ ഒറ്റയടിക്ക് ഭരണകൂടത്തിന് പിന്തുണയുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഖാംനെയ്ക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഖാംനെയ്ക്ക് അതൊരു വലിയ കരുത്തായി മാറുകയാണ്. അതായത് എങ്ങനെയൊക്കെ ഇറാനെ തീർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നുവോ അതൊക്കെ ഇറാന് ഗുണകരമായി മാറുന്നു എന്ന് വേണം പറയാൻ. ഒറ്റ കാര്യം കൂടി, ഇതിനിടയിൽ ഇന്ത്യ ഉൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇറാൻ അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. ഇറാനും അതുപോലെ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ചേരുന്ന ഒരു പുതിയ ശാക്തിക ചേരി ശക്തമാവുകയാണ് പശ്ചിമേഷ്യയിൽ. അമേരിക്കയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇമാതിരി പണി ഇറാനെതിരെ കാണിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ചെയ്തതിനൊക്കെയും അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുകയാണ് അമേരിക്കയ്ക്ക്. ട്രംപിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ വാക്കുകൾ മാറ്റി പറയുന്നു, യുദ്ധം തുടങ്ങുമെന്ന പ്രതീതി ഉണ്ടാക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ 7 അയലത്തേക്ക് പോകാൻ ട്രംപ് തയ്യാറല്ല. അധികം കളിച്ചാൽ ഈ കപ്പൽ മുക്കിക്കളയുമെന്ന പേടി ട്രംപിന് നല്ലപോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാനെതിരെ ഇത്തരത്തിൽ ചതിയും വഞ്ചനയും രഹസ്യ നീക്കങ്ങളും ഒക്കെ ആയിട്ട് ഇറാനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളത് ഇറാനോടുള്ള വലിയ പേടിയുടെ ഭാഗമായിട്ടാണ് എന്ന് ലോകത്തിന് മനസ്സിലാകുന്ന വിധത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രേഷ്മ.